വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിന് കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ പലതാണ്. ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ പള്ളിയിലോ പള്ളിയുടെ നാമത്തിലോ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭണ്ഡാരത്തിലേക്ക് പൈസ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വഴിപാട് ഇട്ടുകൊണ്ട് ദൈവത്തിന് കൊടുക്കുവാണെന്ന് ധരിക്കുന്നവരുണ്ട്. അങ്ങനെ ധരിക്കുന്നവർ അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന് പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആഗ്രഹം സാധിച്ചെടുക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവർ ദൈവത്തിന് പണം കൊടുക്കുന്നത് ഭണ്ഡാരത്തിൽ ഇട്ടുകൊണ്ടാണ്. മറ്റൊരു കൂട്ടരുണ്ട്, അവർ ദൈവത്തിന് കൊടുക്കുന്നത് അവരുടെ പള്ളിയിൽ കൊണ്ടുപോയാണ്. പ്രാപ്തി പോലെയോ പ്രാപ്തിക്ക് മീതെയോ പള്ളിക്ക് പണം കൊടുത്തിട്ട് രസീത് വാങ്ങി, അപ്പോൾ പള്ളിക്ക് കൊടുക്കുന്ന പണം അത് ദൈവത്തിന് കൊടുക്കുകയാണെന്നുള്ള വിചാരത്താൽ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി പണം കൊടുത്ത് അങ്ങനെ ദൈവത്തിന് കൊടുക്കുന്ന വേറൊരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ വേർപെട്ട സഭകളാണ്. വേർപെട്ട സഭകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ പെന്തക്കോസ്ത്. വേർപെട്ട സഭകളിൽ പണം കൊണ്ടു കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. വേദപുസ്തകം പറയുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ദശാംശം എന്ന് പറയും, മറ്റൊന്ന് സ്വമേധാദാനം എന്ന് പറയും. അപ്പോൾ ഈ ദശാംശം കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ട് ദശാംശം കൊടുക്കണമെന്നുള്ളത് ദൈവം പറഞ്ഞതുകൊണ്ട് ദശാംശം കൊടുക്കുന്നത് ദൈവത്തിനാണ് എന്നുള്ള ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ദശാംശം കൊണ്ടുവന്ന് സഭകളിൽ കൊണ്ടു കൊടുക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അവർക്കിടെ ദശാംശം കൊടുക്കാൻ അവർ വശമില്ലാത്തവർ എന്ത് ചെയ്യുമെന്നറിയോ, അവരുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് ഒരു തുക കൊണ്ടുവന്ന് സഭയെ കൊണ്ടു കൊടുക്കും. അത് ദൈവത്തിന് പ്രസാദകരമാണ്, ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പം ഞാനീ പറയുന്നത് ദശാംശം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പക്ഷെ ദശാംശം കൊടുക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിനല്ല എന്നുള്ളതാണ്. അത് നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ അറിയാം. ദശാംശം 3 തരത്തിലാണ് ദശാംശം കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോയാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുതലാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയാം. ഒന്ന്, ദശാംശം ഇസ്രായേലിന് ഈ ഭൂമിയിൽ 12 ഗോത്രങ്ങളുള്ളതിൽ ഈ ഭൂമിയിൽ അവകാശമില്ലാത്ത ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. അപ്പോൾ ലേവി ഗോത്രത്തിന് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് നിയമിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ഭൂമിയിൽ അവകാശമില്ലാത്തത് കൊണ്ട് മറ്റു ഗോത്രങ്ങളുടെ ദശാംശം മേടിച്ച് ഉപജീവനം നടത്തിക്കൊള്ളണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലേവ്യർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷകർക്ക് കൊടുക്കാനുള്ളതാണ് ദശാംശം എന്ന് പറയുന്നത്. അതാണ് ഒരു ദശാംശം. മറ്റൊരു ദശാംശം എന്ന് പറയുന്നത് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക്, അല്ലെങ്കിൽ മലാഖിയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന കൃഷി ചെയ്തുണ്ടാകുന്ന വിളവിൻ്റെ ദശാംശവും വൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ ദശാംശവും എല്ലാം ആലയത്തിൽ കൊണ്ടു കൊടുക്കണം. അത് ആഹാരത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ദശാംശം. മൂന്നാമത്തെ ദശാംശം എന്ന് പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ ദശാംശം കൊടുക്കണം. ആ ദശാംശം എന്ന് പറയുന്നത് അഗതികൾക്കും പരദേശികൾക്കും വിധവമാർക്കും ദരിദ്രർക്കുമെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദശാംശമാണ്. അങ്ങനെ 3 വിധത്തിലുള്ള ദശാംശമാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദശാംശം കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് ദശാംശം കൊടുക്കുന്നവർ അത് ദൈവത്തിന് കൊടുക്കുവാണ് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഞാനീ പറയുന്നത് ദശാംശം കൊടുക്കണ്ട എന്നല്ല കേട്ടോ. കാരണം പുതിയ നിയമസഭയ്ക്ക് ദശാംശമില്ല. അതറിയാൻ പാടില്ലാത്ത വിശ്വാസികൾ ഇന്നും ദശാംശം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് ഞാൻ വേണമെങ്കിൽ പിന്നീടൊരു വീഡിയോയിൽ അത് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്ന് ദശാംശം കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ദശാംശം കൊടുക്കാൻ മനസ്സില്ലാത്തവർ സ്വമേധ മനസ്സിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കും. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്.
നിർബന്ധത്താലരുത്, സങ്കടത്താലരുത്, സന്തോഷത്തോടെ കൊടുക്കണം. അത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1,00,000 രൂപ മാസ ശമ്പളമുള്ള ഒരാൾ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ കൊടുക്കണം. അപ്പോൾ എല്ലാ മാസവും അദ്ദേഹം 10,000 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ 10,000 രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? 1,000 രൂപയോ 2,000 രൂപയോ മാസം കൊടുക്കും. അതാണ് സ്വമേധ കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന അതും ദൈവത്തിന് കൊടുക്കുകയാണെന്നുള്ള വിചാരമാണുള്ളത്. എന്നാൽ അത് ദൈവവചനത്തിൽ ദൈവസഭയിലേക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല, ദൈവസഭയിൽ കൊണ്ട് കൊടുക്കണം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവസഭയിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് 2 കാര്യങ്ങളാണ് സാധിക്കുന്നത്. ഒന്ന്, സഭയുടെ ശുശ്രൂഷകൻ്റെ ജീവസന്ധാരണം നടക്കും. അദ്ദേഹം കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും അദ്ദേഹത്തിനും ആവശ്യമായിട്ടുള്ള വരുമാനം ആ സഭയിൽ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ശമ്പളമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഹരിയായിട്ടോ ആ ശുശ്രൂഷകന് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സഭയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഈ ശുശ്രൂഷകന് കൊടുക്കും, അതിന് പാസ്റ്റർക്ക് കൊടുക്കും. ചില സഭകളിൽ അത് ശമ്പളമായിട്ട് കൊടുക്കും, ചില സഭകളിൽ അതിൻ്റെ ഒരു വിഹിതമായിട്ട് കൊടുക്കും, ചില സഭകൾ സ്തോത്രകാഴ്ചയായിട്ട് കൊടുക്കുന്നത് അത് അപ്പടി പാസ്റ്റർക്ക് കൊടുക്കും. അങ്ങനെയാണ്, പല രീതിയിലാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിൻ്റെ വിഹിതം പാസ്റ്റർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ചർച്ചിൻ്റെ അല്ലെങ്കിൽ സഭയുടെ കെട്ടിടത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക്, ഉദാഹരണത്തിന് വൈദ്യുതി എടുക്കണമെങ്കിൽ വൈദ്യുതി എടുത്തതിൻ്റെ ബില്ലടയ്ക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, സഭയിൽ മറ്റെന്തെങ്കിലും മതിൽ പണിയാനോ അല്ലെങ്കിൽ ഗേറ്റ് വയ്ക്കാനോ അല്ലെങ്കിൽ മേൽക്കൂര ശരിയാക്കാനോ കെട്ടിടം ഇഴപ്പിച്ച് കൂട്ടി എടുക്കാനോ അല്ലെങ്കിൽ സഭയിൽ വരുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ സ്ഥലം മേടിക്കാനോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഭയിൽ കൊടുക്കുന്ന പണം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിന് കൊടുക്കുകയാണ് എന്നാണ് ചിലർ ധരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വിഹിതം കൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സഭയിൽ കൊടുക്കുന്ന പൈസ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷനൊക്കെ നടത്തുകയും ആ പണം മുടക്കി കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വരുന്നവർക്കും പാടാൻ വരുന്നവർക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ ആ കാര്യം ക്രമീകരിക്കുന്നവരുണ്ട്. അപ്പോൾ ചർച്ചിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സഭയിൽ കൊടുക്കുന്ന പണം കൊണ്ട് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ശുശ്രൂഷകന് കൊടുക്കുന്നു. 2, സഭയുടെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു. മറ്റൊന്ന്, ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് സഭയിൽ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ വിചാരം ഈ കൊടുക്കുന്നതെല്ലാം ദൈവത്തിന് പ്രസാദമാണെന്നും ദൈവത്തിന് കൊടുക്കുകയാണ് എന്നുള്ള വിചാരമാണ് അനേകർക്കും ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് കൊടുക്കേണ്ടെന്നല്ല, അത് കൊടുക്കണം. പക്ഷെ അത് ദൈവത്തിന് കൊടുക്കുന്നതൊന്നുമല്ല, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം സ്വമനസാലെ കൊടുക്കുന്ന കാര്യമാണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 3 വിധത്തിലൊന്നും അല്ല ദൈവത്തിന് കൊടുക്കുന്നത്. അങ്ങനെ അത് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് വേദപുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അത് സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രമീകരണത്തിന് വേണ്ടിയിട്ട്, ശുശ്രൂഷകന്മാരുടെ ചെലവിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന പണമാണത്. അപ്പോൾ എന്നാൽ എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് 2 വചനം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആദ്യം നമുക്ക് പഴയ നിയമത്തിൽ യഹോവയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം കൊടുക്കും. അപ്പോൾ ഇവിടെ ശലോമോൻ പറയുന്നത് എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ശലോമോനോട് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എളിയവന് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതായിട്ടാണ് ദൈവം അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം വില മതിക്കുന്നത്. അതുകൊണ്ട് ശലോമോൻ അതിൻ്റെ താഴെ പറയുന്നത് ഇങ്ങനെയാണ്.
അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം അവന് പ്രതിഫലം കൊടുക്കും. അപ്പൊ എളിയവനോട് കൃപ കാട്ടുക എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടാമത് പറയുന്നത് അവൻ ചെയ്ത നന്മ എന്നാണ്. ആ നന്മയ്ക്ക് ദൈവമാണ് പ്രതിഫലം കൊടുക്കുന്നത്. കാരണം എളിയവന് അവൻ നന്മ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വായ്പ കൊടുക്കുകയാണ്, ദൈവത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവന് പ്രതിഫലം തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എളിയവനോട് അല്ലെങ്കിൽ ദരിദ്രനോട് കൃപ കാട്ടുന്നവൻ അല്ലെങ്കിൽ ദരിദ്രനായ മനുഷ്യന് നന്മ ചെയ്യുന്നവൻ, അതാണ് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. നമ്മൾ പഴയ നിയമങ്ങളെല്ലാം പഠിച്ചാൽ ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം പ്രത്യേകം പറയുന്നുണ്ട്. യഹോവയായ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദേശത്ത് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ ആ ദരിദ്രനായ സഹോദരന് നീ നിന്റെ കൈ തുറന്ന് അവന് ആവശ്യമുള്ള, അവന്റെ ബുദ്ധിമുട്ടിന് ആവശ്യമുള്ളത് നീ അവന് കൊടുക്കണം. എന്നിട്ട് അത് കൊടുത്തേ മതിയാകൂ എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. കൊടുത്തേ മതിയാകൂ. അപ്പൊ ദരിദ്രന് കൊടുക്കണം എന്ന് ദൈവം കൽപ്പിക്കുകയും ആ ദരിദ്രന് കൊടുക്കുന്നത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ യഹോവയ്ക്ക് കൊടുക്കുന്ന വഴിയാണ്, അല്ലെങ്കിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് എന്നാണ് ശലോമോൻ പറയുന്നത്. അപ്പോൾ എളിയവനോട് കൃപ കാട്ടുന്നവൻ അല്ലെങ്കിൽ ദരിദ്രന് നന്മ ചെയ്യുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ട് ആ നന്മയ്ക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്നാണ് ശലോമോൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കുക? ദരിദ്രർക്ക് കൊടുക്കുക, ദരിദ്രരെ സഹായിക്കുക, വിധവമാരെ സഹായിക്കുക, അഗതികളെ സഹായിക്കുക, പരദേശിയെ സഹായിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മാർഗം. നിങ്ങളിപ്പോൾ പഴയ നിയമ വേദപുസ്തകങ്ങളെല്ലാം പഠിച്ചു നോക്കണം. അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് പരദേശിക്ക് കൊടുക്കണം, കാരണം നിങ്ങൾ മിസ്രൈമിൽ പരദേശികളായിരുന്നല്ലോ, അനാഥർക്ക് കൊടുക്കണം, വിധവമാർക്ക് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. അതാണ് ഒന്നാമത് ദൈവത്തിന് കൊടുക്കുന്ന കാര്യം. ഇനി പുതിയ നിയമത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? അത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. അന്ത്യന്യായവിധിയില് യേശുക്രിസ്തു സിംഹാസനത്തിലിരുന്ന് സകല ജാതികളെയും യേശുക്രിസ്തുവിന്റെ മുമ്പാകെ കൂട്ടുകയും അവൻ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ചുകൊണ്ട് വലത്തുള്ള യേശുക്രിസ്തുവിന്റെ വലത്തുള്ളവരോട്, നീതിമാന്മാരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരെ ദൈവരാജ്യത്തിലേക്ക് വിടുകയാണ്. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് വിടുവാനുള്ള യോഗ്യതകൾ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അതിൻ്റെ 35-ാം വാക്യമാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു എന്നിങ്ങനെ യേശുക്രിസ്തു പറയുകയാണ്. അപ്പൊ നീതിമാന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇതൊക്കെ എപ്പോഴാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് യേശുക്രിസ്തു പറഞ്ഞ ആ കാര്യമാണ് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചത്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്കാണ് ചെയ്തത്. അപ്പോ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാണ് നമ്മളൊക്കെ. ആ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയ ഒരു സഹോദരന് അവൻ വിശന്നിരുന്നപ്പോൾ അവൻ ആഹാരം കൊടുത്താൽ, അവൻ നഗ്നനായിരുന്നപ്പോൾ അവന് ഉടുപ്പ് കൊടുത്താൽ, അവൻ രോഗിയായിരുന്നപ്പോൾ അവനെ സന്ദർശിച്ചാൽ, അവൻ തടവിലായിരുന്നപ്പോൾ അവനെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചാൽ, അങ്ങനെ അവന്റെ ആവശ്യങ്ങളിൽ സമയാസമയങ്ങളിൽ അവനെ സഹായിച്ചാൽ അത് യേശുവിനെ സഹായിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ യേശുവിനെ സഹായിച്ചതാണ് എന്നാണ് യേശു പറയുന്നത്. അത് യേശുക്രിസ്തു പറയുന്നത് പ്രത്യേകം എങ്ങനെയാണ്? ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അവർക്ക് ചെയ്തത് എനിക്കാണ് ചെയ്തത്. അപ്പൊ യേശുക്രിസ്തുവിന് കൊടുക്കുന്നത്
യേശുക്രിസ്തുവിന് ഭക്ഷണം കൊടുക്കുന്നത്, യേശുക്രിസ്തുവിന് വസ്ത്രം കൊടുക്കുന്നത്, യേശുക്രിസ്തുവിനെ സന്ദർശിക്കുന്നതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരോട് നാം ഇടപെടുന്നതിൻ്റെ മാനദണ്ഡത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു 33.5 വർഷം ഈ ഭൂമിയിലുണ്ടായിരുന്നു. 3.5 വർഷത്തെ പരശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു പലരുടെയും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ യേശുക്രിസ്തുവിന് നേരിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ഒരുമിച്ച് ശിഷ്യന്മാരോട് ഒരുമിച്ച് ഓരോ വീടുകളിലും ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ യേശുക്രിസ്തു അന്ത്യന്യായവിധിയിൽ യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം യേശുക്രിസ്തുവിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ യേശുക്രിസ്തുവിന് എങ്ങനെയാണ്, ഈ എളിയ സഹോദരനിൽ ഏറ്റവും ചെറിയ ഒരു സഹോദരന് നീ ഭക്ഷണം കൊടുത്തെങ്കിൽ അത് എനിക്കാണ് തന്നത്. ഏറ്റവും ചെറിയ ഒരു സഹോദരന് നീ വസ്ത്രം കൊടുത്തെങ്കിൽ അത് എനിക്കാണ് തന്നത്. എളിയ സഹോദരൻ രോഗിയായിരുന്നപ്പോൾ നീ ചെന്ന് സന്ദർശിച്ചുവെങ്കിൽ അത് നീ എൻ്റെ അടുക്കലാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ എളിയ സഹോദരന്മാർക്ക് ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തതെന്നാണ് യേശു പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ മത്തായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായ നമ്മളിൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പ്രതിസന്ധികളിലും രോഗത്തിലും തടവിലുമൊക്കെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിന് കൊടുത്തതായിട്ട് യേശുക്രിസ്തു കണക്കിടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലെ ഒന്നാമത്തെ സഭയിൽ അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത് ആ സഭയിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ബുദ്ധിമുട്ടിന് ആവശ്യമായത് അവർ പങ്കിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ വേണ്ടി, അവർക്ക് ബുദ്ധിമുട്ട് ഏത് കാര്യത്തിലാണോ ആ കാര്യത്തിന് പരിഹാരം വരുത്തുവാൻ, അവരുടെ ബുദ്ധിമുട്ടിന് സഹായിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് യേശുവിന് കൊടുക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ യേശുവിന് കൊടുത്തതായിട്ടാണ് യേശു അംഗീകരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ 2 കാര്യങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു. ഒന്ന്, ദൈവത്തിന് കൊടുക്കുന്നത് ദരിദ്രന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എളിയവനോട് കൃപ കാട്ടുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുവാണ്. അത് പഴയ നിയമത്തിൽ ദരിദ്രന്, വിധവയ്ക്ക്, പരദേശിക്ക്, അനാഥർക്ക് ഒക്കെ കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ കൊടുക്കുന്നവരെ ദൈവത്തിന് കൊടുക്കുവാണ് എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പുതിയ നിയമത്തിൽ പറയുന്നത്, ഈ എളിയ സഹോദരന്മാരുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്നവനാണ് യേശുക്രിസ്തുവിന് കൊടുക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും സഭയിൽ കൊടുക്കുന്നതും പണ്ണാരത്തിലിടുന്നതും എല്ലാം ദൈവത്തിന് കൊടുക്കുകയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് പള്ളിയുടെ ആവശ്യത്തിനും ശുശ്രൂഷകന്മാരുടെ ആവശ്യത്തിനും മറ്റ് സഭയോട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കെട്ടിടത്തിൻ്റെ പുനരുദ്ധാരണത്തിനോ കൂട്ടിച്ചേർക്കലിനോ അതിൻ്റെ മറ്റ് പരിപാടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ പണം. അത് നമ്മൾ കൂടി വരുന്ന ആ സഭാ കെട്ടിടത്തിന് ഇതൊക്കെ ആവശ്യമാണ്, അതുകൊണ്ട് അത് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിന് കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന 2 മാർഗം ഇതാണ്. ഒന്ന്, അനാഥർക്കും വിധവമാർക്കും ദരിദ്രർക്കും കൊടുക്കുമ്പോൾ അത് ദൈവത്തിനാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന, രോഗിയായിരിക്കുന്ന, വിശന്നിരിക്കുന്ന, നഗ്നനായിരിക്കുന്ന ആ എളിയ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് അത് പരിഹാരം വരുത്തുന്നതെല്ലാം യേശുക്രിസ്തുവിനാണ് ചെയ്യുന്നത്. ഈ വിധത്തിലാണ് നാം ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം ദശാംശം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. സഭയിൽ കൊണ്ടുവന്ന് ദശാംശം കൊടുത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നും വിചാരിക്കരുത്. ദൈവം പ്രസാദിക്കുന്ന 2 കാര്യങ്ങൾ ഇതാണ്. അത് ദരിദ്രർക്ക് കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതുമാണ് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് ദൈവം അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ
ശ്രദ്ധിച്ച നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു പ്രായോഗിക വശമുണ്ട്. ആ പ്രായോഗിക വശത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് മറ്റ് സഹോദരന്മാർക്ക് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യണം എന്നുകൂടി അപേക്ഷിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.